Hi friends, welcome back Shanshabi recipes. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കിഡിൽ പുഡിംഗ് റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടവും കുട്ടികൾ മുതൽ വലിയവർ വരെ ഇഷ്ടപ്പെടുന്ന സംഭവമാണ് പുഡിംഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏത് ബിസ്ക്കറ്റ് കൊണ്ടാണ് ചെയ്യാം. ഞാനിത് ബർബൺ ബിസ്ക്കറ്റ് കൊണ്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓറിയോ കൊണ്ട് ചെയ്യാം. ഞാൻ ആദ്യം ഓറിയോ വെച്ചിട്ടാണ് ചെയ്യാമെന്ന് വിചാരിച്ചത്, പക്ഷേ എനിക്ക് ഓറിയോ കിട്ടിയില്ല, അവൈലബിൾ അല്ലായിരുന്നു കടയിൽ. അതുകൊണ്ടാണ് ബർബൺ ബിസ്ക്കറ്റ് കൊണ്ടാണ് ചെയ്തപ്പോൾ ശരിയാവോ ഇല്ലയെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ചെയ്ത് കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്തപ്പോൾ അപാര ടേസ്റ്റായിരുന്നു, കിടിലൻ ടേസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനു മുമ്പ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, ഒന്ന് ഇനേബിൾ ചെയ്ത് ഓൾ തന്നെ ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസ് കറക്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ബർബൺ ബിസ്ക്കറ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഓറിയോ കൊണ്ട് ചെയ്യാം. അതല്ലെങ്കിൽ നല്ല ക്രീം ബിസ്ക്കറ്റ് ഏതാണോ അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ 2 പാക്കറ്റ് ബർബൺ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. ഒന്ന് വിപ്പിംഗ് ക്രീമിന് ഫില്ലപ്പ് ആക്കാനും പിന്നെ ഡെക്കറേഷൻ ചെയ്യാനും, മറ്റേത് നമുക്ക് അടിയത്തെ ലെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു പാക്കറ്റ് അടിയത്തെ ലെയർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. കാരണം എൻ്റെ പുഡിംഗ് ട്രേ കുറച്ച് വലുതാണ്, അതുകൊണ്ടാണ്. നിങ്ങളുടെ പുഡിംഗ് ട്രേക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി വ്യത്യാസപ്പെടുത്താവുന്നതാണ്. ഇനി പുഡിംഗ് ട്രേ തന്നെ വേണമെന്നില്ല, കേക്ക് ടിന്നായാലും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം ഒന്ന് പൊടിച്ചതിന് ശേഷം നമുക്ക് മിക്സിയിൽ ചെറിയ ജാറിലിട്ട് വേണം ഒന്ന് പൊടിക്കാനായിട്ട്. ഒന്ന് കട്ട് ചെയ്തിട്ട് അയക്കിട്ട് കൊടുക്കുക, നല്ല പോലെ പൊടിഞ്ഞു കിട്ടുള്ളൂ. ഇനി ഭയങ്കര ഫൈനായിട്ട് പൊടിയേണ്ട ആവശ്യമൊന്നുമില്ല, ചെറിയ കട്ടകളുണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഇനി മിക്സി തന്നെ ആണെന്നൊന്നുമില്ല, നിങ്ങൾ എന്തുകൊണ്ടെങ്കിലും കുത്തിയിട്ട് പൊടിച്ചാലും മതി. നല്ല പോലെ ഒന്ന് പൊടിച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 50 ഗ്രാം ബട്ടർ ഒന്ന് ചേർത്ത് കൊടുക്കണം. അങ്ങനെ ചെറിയ കട്ടകളുള്ള രീതിയിൽ തന്നെയാണ് പൊടിച്ചിട്ടുള്ളത്. 50 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബട്ടർ കൂടി പോയരുത്, പിന്നെ നമുക്ക് അടിയത്തെ ലെയർ സെറ്റ് ചെയ്ത് പുഡിങ്ങൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ അടിയത്തെ ഭയങ്കര കട്ടിയായി പോവും. അതുകൊണ്ടാണ് നല്ലപോലെ ബട്ടർ ഇതാക്കരുത്, നിങ്ങൾക്ക് ആവശ്യത്തിനനുസരണം ബട്ടർ ഉപയോഗിച്ചാൽ മതി. ഒരു പുട്ടുപൊടി രീതിയിൽ നമുക്ക് കിട്ടിയെടുക്കണം, അതുകൊണ്ടാണ്. ഇപ്പോൾ പുഡിംഗ് ട്രേയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് സെറ്റാക്കി എടുക്കണം. അടിയിൽ നല്ല പോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ല പോലെ പ്രസ് ചെയ്ത് കൊടുക്കരുത്, പിന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. കോരിക്കഴിക്കുമ്പോൾ നമുക്കത് അടിയത്തെ ലെയർ കിട്ടില്ല, അതുകൊണ്ടാണ്. നല്ല പോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ കേക്ക് ഉണ്ടാക്കിയിരുന്നു, അതിൻ്റെ ബാക്കി വിപ്പിംഗ് ക്രീമാണിത്. അതിൽ കുറച്ച് കളർ ചേർത്തിരുന്നു, അതാണ് ആ പിങ്ക് കളറ്. പക്ഷേ ലിക്വിഡ് കളർ ആയതുകൊണ്ട് ടേസ്റ്റിന് വ്യത്യാസം വരില്ല, കളറ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ബിസ്ക്കറ്റ് ചേർക്കുമ്പോൾ ആ കളർ നമുക്ക് അറിയുകയുമില്ല. ഇനി ബർബൺ ബിസ്ക്കറ്റിൻ്റെ പകുതിയോളം നമുക്കതിലേക്ക് പൊടിച്ചിട്ടുള്ള കൈ കൊണ്ട് നിന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ കടിക്കാൻ ഇഷ്ടം അത്രത്തോളം നിങ്ങൾക്ക് ചേർത്തെടുക്കാവുന്നതാണ്. ഞാൻ ബർബൺ ബിസ്ക്കറ്റിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ഞാൻ വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് പുഡിംഗ് ട്രേയിലേക്ക് മാറ്റാം. പുഡിംഗ് ട്രേ ഞാൻ നേരത്തെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചിരുന്നു, ഞാൻ പറയാൻ മറന്നുപോയതാണ്. ഇനി ഫ്രിഡ്ജിൽ നിന്നും എടുത്തിട്ട് ഈ വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സ് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ തന്നെ സെക്കൻഡ് ലെയർ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഉണ്ട്, 2 ലെയറായിട്ട് നമുക്ക് സെപ്പറേറ്റ് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ഗണേഷാണ് ഉപയോഗിക്കുന്നത്. 1/2 കപ്പ് മതി, പക്ഷെ ഞാൻ കുറച്ച് കൂടിപ്പോയി, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് തന്നെയായിരുന്നു. പക്ഷേ ചോക്ലേറ്റിൻ്റെ ആ ഫ്ലേവർ അധികമായിട്ട് വന്നു, അത്രയേ ഉള്ളൂ. നിങ്ങൾ ചേർക്കുമ്പോൾ
ഒരു തിൻ ലെയറായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ കുറച്ച് കട്ടിക്ക് ചേർത്ത് കൊടുത്തു പോയി. കാരണം ചോക്ലേറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കുറച്ച് കൂടിപ്പോയത്. പക്ഷേ കഴിച്ചപ്പോൾ ആ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണ് അധികം വന്നത്. നിങ്ങൾ കഴിക്കുമ്പോൾ ഒരു തിൻ ലെയറായിട്ട് മാത്രം കൊടുത്താൽ മതി. പിന്നെ നേരെ തന്നെ ഫ്രിഡ്ജിൽ വെക്കുക. പിന്നെ ചോക്ലേറ്റ് ഗണേശ് ചൂടോടെ ഒഴിക്കരുത്. എൻ്റെ കുറച്ച് ചൂടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആ വിപ്പിംഗ് ക്രീം കുറച്ച് മുകളിലേക്ക് വന്നത്. ലൈറ്റ് ചൂടുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ഒഴിക്കുമ്പോൾ നല്ലപോലെ ചൂടാതെ തണുത്തതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ബദാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഡെക്കറേഷൻ പോലെയായി, വൈറ്റും ചോക്ലേറ്റും ആയി അത് ഡെക്കറേഷൻ ചെയ്തപ്പോൾ. എന്നാലും കാണാൻ ഭംഗിയുണ്ടായിരുന്നു. കാണാൻ മാത്രമല്ല, കഴിക്കാൻ അപാര ടേസ്റ്റായിരുന്നു. കഴിച്ചാലും മതി വരത്തില്ല, അത്രത്തോളം ടേസ്റ്റായിരുന്നു ഇതിന്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ബർബൺ ബിസ്ക്കറ്റ് കൊണ്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം, നിങ്ങൾക്ക് പൊടിച്ചിട്ടാണോ ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം, കട്ട് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്കത് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് നേരെ ഫ്രീസറിലേക്ക് വെക്കാം. ഫ്രീസറിൽ വെക്കണമെന്നില്ല, ഫ്രിഡ്ജിൽ വെച്ചാലും മതി. നിങ്ങൾക്ക് പെട്ടെന്ന് കഴിക്കാൻ ആഗ്രഹമാണെങ്കിൽ ഫ്രീസറിൽ വെച്ചോ. ഞാനിപ്പോൾ അടുത്ത ദിവസമാണ് എടുക്കുന്നത്, രണ്ടാമത്തെ ദിവസമാണ് ഇത് എടുക്കുന്നത്. എന്നാലുള്ളൂ ടേസ്റ്റ് ഉണ്ടാകുക. പുഡിങ് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം കഴിക്കുന്നതാണ് ടേസ്റ്റ് ഉണ്ടാകുക. ഇതിപ്പോൾ പിറ്റേ ദിവസമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ക്ലീൻ റാപ്പിൻ്റെ കവറൊന്ന് ഞാൻ മാറ്റുന്നുണ്ട്. പിന്നെ ഫ്രിഡ്ജിലും ഫ്രീസറിലോ ഏതിൽ വെക്കുകയാണെങ്കിലും നിങ്ങൾ ക്ലീൻ റാപ്പ് കൊണ്ടോ അല്ലെങ്കിൽ അതിന് പറ്റിയൊരു അടപ്പ് കൊണ്ടോ അടച്ചു വെക്കുക, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് വെള്ളം ചാടും. അതുകൊണ്ടാണ് ഇതിപ്പോൾ കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റില്ല, ഒന്ന് കോരി കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് സംഭവം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. കട്ട് കഴിക്കുമ്പോൾ എന്തോ അത്ര ടേസ്റ്റ് തോന്നിക്കില്ല. കോരി കഴിക്കുമ്പോഴാണ് ആ ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും ബിസ്ക്കറ്റൊക്കെ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഇത് എടുത്തുവെക്കാമെന്നുണ്ടായിരുന്നില്ല, തുറന്ന പാടന്നെ എല്ലാവരും വന്നിരുന്നു. അപ്പം തന്നെ അത് കഴിയുകയും ചെയ്തു. എല്ലാവർക്കും ഇഷ്ടമായി. തികഞ്ഞില്ല എന്ന് വേണം പറയാൻ, കാരണം പുഡിംഗ് ട്രേ വലുതാണെങ്കിലും ടേസ്റ്റ് കാരണം തികഞ്ഞില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോകൾക്ക് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാവുന്നതാണ്. ഞാൻ കുറച്ച് വീഡിയോ ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയി, കാരണം വീട് ഷിഫ്റ്റിങ്ങും പിന്നെ അതിലത്തെ പണികളും പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ മറ്റേ വീട്ടിൽ നിന്നും, ഞങ്ങൾ അന്ന് താമസിച്ച വാടക വീട്ടിലായിരുന്നു, ആ വീട്ടിൽ നിന്നും ഞങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതിൻ്റെ വീഡിയോ ഇൻഷാ അല്ലാഹ് ഒരു ഹോം ടൂർ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് തിരക്കുകളൊക്കെ ഒന്ന് കേട്ടേ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായും വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുടെ അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.